ഞാൻ ഒരുപാട് കാലമായി ഈ വഴി വന്നിട്ടുണ്ട്. മാനമ്പനിയാക്കി വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്താം നമുക്ക്. അതൊരു പള്ളിയുടെ അതൊരു വലിയ മനയാണ്. ശരിയാകുമ്പോൾ ഞാൻ കാണാം. അതുകൊണ്ടാണ് ഞാൻ അറിയാൻ. റോഡൊക്കെ ഒരുപാട് മാറി. 2019 സമയത്ത് അതിനെ പൊക്കം 18 ഇതിനെ പൊക്കം മേടിച്ചായിരുന്നു പോകുന്നത്. ഇതാണ് ഇതങ്ങ് കട്ട ഇല്ല. ഒരു സോഫ്റ്റ്നെസ് ഇല്ല. കട്ട ഇളകിയിട്ടേ ബസ്സെല്ലാം ഓടി ഓടി കുഴിഞ്ഞു താന്നും കിടക്കുവോ, ഉറപ്പില്ല. അതെ അതെ, കടത്തിൻ്റെ സെക്കൻഡ് മുന്നേ പോകുന്ന സ്ലോ ഡൗൺ ആണ്. അതങ്ങനെ അറിയാം. അവൻ AC ഇട്ടേക്കും, ആ കീറിയിട്ട് പിടിപ്പിക്കും. എത്ര CC അത് 1000 നമ്മളെ വണ്ടി സെയിമാ. അടുത്ത മാസം പൊല്യൂഷൻ അടിക്കണം, അതാ ഒരു ടാസ്ക്. ഇപ്പൊ എല്ലാം കിട്ടും, ഇവിടെ കിട്ടും. നമ്മുടെ പോന്ന് ചൈനാമുഖന് ഏത് വണ്ടിയാണ് കൊണ്ടുകൊടുത്താലും കിട്ടും. എവിടെ? ചൈനാമുഖന ന്യൂ ഇന്ത്യയിലും ഉണ്ടോ? ഞാൻ ചിലപ്പം അവറോണിൻ്റെ ഇവിടെ പോകും, ചിലപ്പോൾ എൻ്റെ ആമുട്ടിലാണ്ട അവിടെ പോയില്ലേ, കബീറിൻ്റെ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഞാൻ എടുക്കുന്നത്. അത് നേരത്തെ എടുക്കണം, സെക്കൻഡ് സാറ്റർഡേക്ക് അടുപ്പിച്ചാ വരുന്നത്. അങ്ങനെ കാണാൻ പോയി ചെയ്യാം. വണ്ടി ഇച്ചിരി ഓടിയിട്ട് ചെല്ലു വന്നേണ്ടേ, പെട്ടെന്നാവുന്നാ. പെട്രോൾ വണ്ടിക്കൊന്നും വിഷയം, ഡീസൽ വണ്ടിക്കാ പഴയ വണ്ടികൾക്കാ വിഷയം. അതൊന്നുമില്ലല്ലോ, പഴയ ബുള്ളറ്റ് ഒന്നും കിട്ടാത്തപ്പോഴേ ഫിൽറ്റർ കൊണ്ടുപോയി പുത്തൻ ഫിൽറ്റർ വെച്ചിട്ട് ഓടിയിട്ട് കൊണ്ട് കൊടുത്താൽ മതി, അപ്പോഴേ കിട്ടും. ഫിൽറ്റർ കണ്ടമാനെ അടഞ്ഞു കഴിയുമ്പോഴാ കറക്റ്റ് ആയിട്ട്. നമ്മൾ എല്ലാ വർഷവും നല്ല സംഭവം കറക്റ്റ് ചെയ്യുന്ന ഓയില് മാറുകയും ഓയില് മാറിയിരുത്തി. ഇനിയിപ്പോൾ 65,000 മാറും. അത് 15-ന്റെ 10-ന്റെ 55-ന് മാറിയില്ല. അത് ഈ പ്രാവശ്യം ഞാൻ ഓയിലും സംഭവം എല്ലാം മേടിച്ചോണ്ടങ്ങ് പോയി. സുനിലിൻ്റെ വർക്ക്ഷോപ്പിൽ ചെന്നപ്പം സുനിലിനെ വിളിച്ചു. സുനിൽ ആരാണ്ടോട് പറഞ്ഞിട്ട് ഒരു അച്ചായന് ഒരു ഓയിൽ കിറ്റും കൊണ്ടുവന്നേ. പിന്നെ അത് തിരിച്ചു കൊണ്ടുപോയി. അതിന് നമുക്കെന്തു, നമ്മൾ പറഞ്ഞില്ലല്ലോ വേണമെന്നൊന്നും. ഓയിൽ മാറണമെന്നല്ല പറഞ്ഞത്. ഞാനെല്ലാം സെറ്റാക്കിയാണ്. ഇവിടെ ഒരു ചായക്കട സിന്തറ്റിക് വേണ്ടാന്ന് എന്നോട് പറഞ്ഞ ഒരാൾ, ആ കടക്കാരൻ തന്നെ പറഞ്ഞു. സിന്തറ്റിക് ഒഴിച്ചാൽ 15 കിലോമീറ്റർ ഓണം. അത് വേണ്ടാന്ന് വെച്ചു. ഞാൻ എൻ്റെ കാരണം അതാ പിടി. ഞാൻ ഷോറൂമിൽ അത്രയും മതി.